കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമവായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഗവർണറുമായി നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നതായിരുന്നു. കൂടിക്കാഴ്ച ശുഭകരമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പ്രശ്നങ്ങളിൽ ഗവർണറുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ടെത്തി ഗവർണറെ കണ്ടിട്ടും സർവകലാശാല തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ നിൽക്കുകയാണ് രാജ്ഭവൻ. താൽക്കാലിക VC നിയമനത്തിൽ അപ്പീൽ നൽകാനാണ് നീക്കം. ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, സർക്കാർ തന്നെയാണ് വെടിനിർത്തൽ നീക്കവുമായി മുന്നോട്ടെത്തിയത്. ഇനി ഇത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു തർക്കം വേണ്ട എന്ന നിലപാടിൽ സർക്കാർ എത്തുന്നു. VC അറിയിക്കുന്നു. ഗവർണറുമായി മുഖ്യമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയിലടക്കം ഇതെല്ലാം പ്രധാനപ്പെട്ട ചർച്ചയായി പോലും ഗവർണറുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളിൽ എന്താണ് മനസ്സിലാകുന്നത്? ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന നിലപാടിൽ തന്നെയാണോ ഗവർണർ? ഇനിയുള്ള നീക്കം എന്താണ് രാജ്ഭവന്റെ? ജിൽസി, ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകുന്നത്. KTU ഡിജിറ്റൽ സർവകലാശാല VC-മാരുടെ നിയമനം അത് സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് വേണം എന്ന് സിംഗിൾ ബെഞ്ച് വിധിക്കുകയും അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സിംഗിൾ ബെഞ്ചിന്റെ വിധി അതിനെ അംഗീകരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചും ചെയ്തത്. ഇതോടുകൂടി ഗവർണർക്ക് പുതിയ നിയമനം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. സംസ്ഥാന സർക്കാരാണെന്നുണ്ടെങ്കിൽ പട്ടിക നൽകുകയും ചെയ്തു. ഈ രണ്ട് സർവകലാശാലകൾക്ക് 3 പേരടങ്ങുന്ന പട്ടിക, ഇതിൽ നിന്നൊരാളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ സർവകലാശാലയ്ക്കും 3 പേരടങ്ങുന്ന പട്ടിക ഗവർണർക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ എത്തി രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നിട്ട് വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. അത് ഒന്ന്, സ്ഥിരം VC-മാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. വിവിധ ബില്ലുകൾ ഒപ്പിടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ KTU ഡിജിറ്റൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ തിരിച്ചടി മറികടക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. ഇന്നോ അല്ലെങ്കിൽ നാളെയോ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് പ്രധാനമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അപ്പീൽ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ ചട്ടപ്രകാരം UGC-യുടെ ചട്ടപ്രകാരം ഗവർണർക്ക്, അതായത് ചാൻസലറായ ഗവർണർക്ക് നിയമനം നടത്താം. UGC-യുടെ ചട്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ ചാൻസലറാണ് നിയമനത്തിന്റെ പ്രധാന അധികാരി എന്ന് UGC ചട്ടത്തിൽ പറയുന്നുണ്ട്. കണ്ണൂർ മുൻ VC-ആയ ഗോപിനാഥുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. UGC ചട്ടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസലറായ ഗവർണർക്ക് അതിനകത്ത് അധികാരമുണ്ട്. അത് സർക്കാർ നൽകുന്ന പട്ടിക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൂടുതൽ അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. ആ വിധിക്ക് എതിരാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനാണ് രാജ്ഭവൻ നിലവിൽ ആലോചിക്കുന്നത്. ജിൽസി.